ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ ഒരു അടിപൊളി പെപ്പർ ബീഫ് റോസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി നന്നായി ക്ലീൻ ചെയ്ത് വെച്ച ബീഫാണിത്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ്. അതിലേക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തതും ഒരു തക്കാളിയും ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയതായി അരിഞ്ഞതും, ഒരു 8 വെളുത്തുള്ളിയുടെ അല്ലി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് നമുക്കിതിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിതിൽ തീരെ വെള്ളം ചേർത്തിട്ടില്ല. ബീഫ് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വരും. അപ്പോൾ ഏകദേശം ഒരു 6-7 വിസിലോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഉള്ളി വഴന്ന് വന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണിത്, ചെറിയ ജീരകം പൊടിച്ചതാണ്. ഇതൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് നമുക്ക് ഒന്നിത് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായി വറ്റിക്കാതെ എടുത്താൽ മതി. ഗ്രേവി തീരെ വേണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം.
ഞാനിവിടെ കുറച്ച് ഗ്രേവിയോടെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പെപ്പർ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായി ചപ്പാത്തി, പൊറോട്ട, ചോറിൻ്റെ കൂടി നമുക്കിത് കഴിക്കാം. എന്തിൻ്റെ കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റോസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.